നമ്മൾ സാധാരണക്കാർക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വിജയിക്കാൻ പറ്റുമോ എന്നുള്ളത് നെഗറ്റീവ് കമൻറ്റ്സ് മാത്രമായിരിക്കും നിങ്ങൾക്കുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇത്രയും പണം യൂട്യൂബ് നമുക്ക് തന്നിരിക്കുന്നു ഫ്രണ്ട്സ്. നമ്മുടെ ആദ്യത്തെ വരുമാനം നമുക്ക് കൈകളിലേക്ക് കിട്ടി. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെ കിട്ടുന്നു, ഏതിൽ നിന്നൊക്കെ കിട്ടുന്നു, ഇതിനൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രോസസ്സിങ്, നമ്മുടെ എത്ര ദിവസം ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തും, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് കട്ടിച്ച് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണും ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എനിക്കും ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് സാലറി കിട്ടി ഫ്രണ്ട്സ്. അപ്പോൾ $100 കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു യാത്ര ഞാൻ ചുമ്മാ ഒരു നേരം പോക്കിന് തുടങ്ങിയ ചാനലാണ് കേട്ടോ. അപ്പോൾ തുടങ്ങിയിട്ടിട്ട് റേഞ്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊണ്ട് ആദ്യമൊന്നും വീഡിയോ ഒന്നും ഇടാതിരുന്നു. അതങ്ങനെ കുറേ നാൾ ഉപേക്ഷിച്ചിട്ടിരുന്നു. പിന്നെ വീണ്ടും ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലൈവ് ഇടാൻ തുടങ്ങിയിട്ടാണെങ്കിലും 1 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ വരുമാനം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ചാനലിനെ നമ്മൾ എത്തിച്ചു. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷം. എല്ലാവരോടും എന്നെ ആദ്യം മുതലേ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ യൂട്യൂബ് മാമിനോട് ഒരുപാട് താങ്ക്സ് നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തരുന്നതിന്. കാരണം നമുക്കത് ഫ്രീ ആയിട്ട് തരുന്നൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചാനൽ തുടങ്ങാൻ ഒരു ഇതാണ് തരുന്നത്. സാധാരണക്കാർക്ക് ഹൈ ലെവലിലുള്ള ഇതിന് മാത്രമൊന്നുമല്ല, സാധാരണയായിട്ടുള്ള നമ്മളെപ്പോലെ സാധാരണക്കാർക്ക്, വേറെ ജോബൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക്, അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാനും അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എല്ലാവരും, അപ്പോൾ എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അപ്പോൾ ഇതിനെ കുറച്ച് ഈ മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളൊരു കടമ്പയാണ് ആദ്യം തന്നെ. നമ്മൾ ചാനൽ തുടങ്ങി നമ്മൾ ആദ്യം തന്നെ അത് ഈ മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളൊരു കടമ്പയാണ്. അതായത് 4000 പബ്ലിക് വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ആവണം 365 ദിവസം കൊണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഒരു സ്റ്റെപ്പിലെത്തുന്നത്. പിന്നെ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പരസ്യ വരുമാനമൊക്കെ കയറുള്ളൂ. ഹാഫ് മോണിറ്റൈസേഷൻ ആകുമ്പോൾ മുതൽ നമുക്ക് സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ, മെമ്പർഷിപ്പ്, അങ്ങനെ ലൈവുകളിൽ നിന്നിട്ടുള്ള ഇതൊക്കെ നമുക്ക് കിട്ടും. വരുമാനമായിട്ട് ഡോളേഴ്സ് കയറാൻ തുടങ്ങും. അങ്ങനെ ഡോളേഴ്സ് വന്ന് പതിയെ വന്ന് $100 കംപ്ലീറ്റ് ആവണം നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ. ഇപ്പം ഈ മാസം തുടങ്ങി, ഇനി അടുത്ത മാസം 2-ാം തീയതിക്ക് മുന്നിൽ നമുക്ക് $100 കംപ്ലീറ്റ് ആവണം. അടുത്ത മാസം 2-ാം തീയതിക്ക് മുന്നേ നമുക്ക് $100 കംപ്ലീറ്റ് ആയാൽ പിന്നെ അടുത്ത മാസം 21-ാം തീയതി മുതൽ 26-ാം തീയതിക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തും. അങ്ങനെയാണ് അതിൻ്റെ രീതി കേട്ടോ. ഇപ്പോൾ ഈ ഡോളർ കംപ്ലീറ്റ് ആവുകയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും ചിലപ്പോൾ $100 കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമുക്ക് കൂടുതൽ ഏതിൽ നിന്നാണ് നമുക്ക് ഡോളറുകൾ കയറാനായിട്ട് കുറച്ച് കൂടുതൽ ഇതെന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡോളറുകൾ വരുന്നതെന്ന് ചോദിച്ചാൽ, വീഡിയോസിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് പെർസെൻറ്റേജ്. അതായത് 45% മാത്രമേ അത് യൂട്യൂബ് എടുക്കുകയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമുക്ക് തരും വീഡിയോസിൽ നിന്ന് അങ്ങനെ കിട്ടും. അപ്പോൾ അതൊരു 1K വ്യൂ പോയാൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കയറുന്നത്. അതുപോലെ തന്നെ ഷോർട്സ് ആണെങ്കിലും തീരെ ഡോളർ കയറുന്നില്ലെന്നല്ല പറയുന്നത്. അതിനകത്ത് 45% നമുക്ക് കിട്ടും. ബാക്കി കംപ്ലീറ്റ് യൂട്യൂബ് എടുക്കുമെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒന്നും കിട്ടാത്തതിലും നല്ലതല്ലേ. അതൊന്നും പ്രശ്നമൊന്നുമല്ല. എല്ലാത്തിനും ഡോളേഴ്സ് കയറും. പിന്നെ ഓരോ ഷോർട്സിൻ്റെ വ്യൂസ് ഇത്ര കിട്ടി, എനിക്ക് അത്രയും ഡോളർ കിട്ടിയില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഓരോ ഷോർട്സിൻ്റെയും കണ്ടന്റ് അനുസരിച്ച് അതിനകത്ത് എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ആ കണ്ടന്റിൻ്റെ വാല്യൂ അനുസരിച്ച് ഡോളേഴ്സ് കൂടുതൽ കയറും. അങ്ങനെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ലൈവിൽ നിന്ന് ഡോളർ കയറുമെന്ന് ചോദിച്ചാൽ ലൈവിൽ നിന്ന് ഡോളർ കയറും. വളരെ ചെറിയ ഡോളർ കയറും. നമുക്ക് ലൈവ് ഇടുന്നതിൻ്റെ കൂടുതൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, സൂപ്പർ സ്റ്റിക്കറിൽ നിന്ന് ഡോളർ കയറാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്നല്ലാതെ ഡോളർ കയറും. അത് ഞാൻ എൻ്റെ ചെക്ക് ചെയ്തതിൻ്റെ ഒരു ഇത് നോക്കുകയെന്നുണ്ടെങ്കിൽ വെറും 160 വ്യൂ മാത്രം സേവ് ആയി കഴിഞ്ഞ് വെറും 160 വ്യൂ മാത്രമുള്ള എൻ്റെ ഒരു നേരത്തെ ഉള്ളൊരു ലൈവിൽ നിന്ന് $2 കയറിയിട്ടുണ്ട്. പക്ഷേ 120Kക്ക് മുകളിൽ പോയിരിക്കുന്ന ഒരു ലൈവിൽ വളരെ കുറച്ച് തുച്ഛമായിട്ടുള്ള, അതാണ് പറഞ്ഞത്, നല്ല കണ്ടന്റ് കൊടുക്കുക. നല്ല കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൈസ നല്ല പോലെ കയറും. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ളത്, ടെക് പരമായിട്ടുള്ള അങ്ങനത്തെ വീഡിയോസിനൊക്കെ നല്ല രീതിയിലാണ് ഈ ഡോളർ കയറുന്നത്. നമ്മൾ സാധാരണ ഇതല്ല. അപ്പോൾ എന്നിട്ടാലും ഡോളർ കയറുമെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ വ്യത്യാസം, ഓടുന്നതിനനുസരിച്ച്. പിന്നെ പെട്ടെന്ന് 1K ആയ നമ്മൾ ഇട്ട ആ സ്പോട്ടിൽ വെറും 2 സെക്കൻഡുകൾക്കുള്ളിൽ 1Kക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഡോളറുകൾ നല്ല പോലെ പൈസ കയറും.
അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. കണ്ടന്റിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതിന് വ്യത്യാസമുണ്ട്. അതാണ് വ്യൂസ് ഇത്ര കിട്ടി എന്നുള്ളതിൽ വലിയ കാര്യമില്ല. അത് കണ്ടന്റിൻ്റെ ഇതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഇത്രയും ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം അതാണ്. വ്യത്യാസമായിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്തതാണെങ്കിലും ഒരു ഷോർട്സിന് ഇത്ര വ്യൂ അതിനത്രയും കിട്ടിയിട്ടില്ല, വേറൊരു ഷോർട്സിന് വളരെ കുറവ് വ്യൂ അതിനത്രയും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്ത് ഇങ്ങനെ $100 കംപ്ലീറ്റ് ആയെന്നിരിക്കട്ടെ. ഇതിപ്പോൾ ഈ മാസം നമുക്ക് ഇനിയും സമയമുണ്ട്. അടുത്ത മാസം 2-ാം തീയതി വരെ എനിക്ക് ഈ മാസത്തെ ഡോളർ കംപ്ലീറ്റ് ചെയ്യാൻ സമയമുണ്ട്. ഈ മാസത്തത് കംപ്ലീറ്റ് ആകത്തില്ല, അത് ഇച്ചിരി പണിയാണ്. നമ്മൾ നല്ല വ്യൂ ഉള്ള ചാനലൊന്നും അല്ല, നമ്മുടെ സാധാരണ ചാനലാണ് ഫ്രണ്ട്സ്. എന്നിട്ടും അപ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്നതെന്ന് പറഞ്ഞ ഒരു സന്തോഷമല്ല. അതാണ് പറയുന്നത്. നിങ്ങൾക്കും പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം 2-ാം തീയതിക്കുള്ളിൽ എൻ്റെ ഇതിൽ $100 കംപ്ലീറ്റ് ആയെന്ന് വെച്ചോ. അങ്ങനെ ആവുമ്പോൾ അടുത്ത 21-ാം തീയതി മുതൽ അതിൻ്റെ ഞാനിതിവിടെ കാണിക്കാം. അപ്പോൾ അതാ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. 100 കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കും. അടുത്ത 21-ാം തീയതി മുതൽ 26-ാം തീയതി വരെ സമയമുണ്ട് അടുത്ത മാസം. അതിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തും. ആദ്യം നമുക്ക് മെയിൽ വരും, വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ പൈസ അക്കൗണ്ടിൽ എത്തുള്ളൂ കേട്ടോ. എന്തായാലും അവരൊന്ന് മെയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പൈസ അക്കൗണ്ടിൽ എത്തിക്കും. അഥവാ എന്തെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ 15 ദിവസം എന്തോ കഴിയുമ്പോൾ അത് ഞാൻ കാണിക്കാം. അത് വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ പറയും. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, അത് വരും കേട്ടോ. അതങ്ങനെ വരും. അപ്പോൾ അത് വരുമ്പോഴാണ് നമ്മുടെ അതിനേക്കാൾ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയായിരിക്കും, ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും അവിടെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഇതുപോലുള്ള മെയിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ ഫ്രണ്ട്സ്, ഇതൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡോളറൊക്കെ കിട്ടട്ടെ. ഇപ്പം എല്ലാവരും മോണിറ്റൈസേഷൻ ആവട്ടെ, ഡോളേഴ്സ് കിട്ടട്ടെ, എല്ലാവർക്കും ഒരു വരുമാനം കിട്ടട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സൈഡിൽ ഇതിൽ നിന്നും ഒരു വരുമാനം കിട്ടട്ടെ. നിങ്ങളുടെ കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊണ്ടുവരുമ്പോൾ അതിന് യൂട്യൂബ് തരുന്ന ഒരു പൈസ, അതൊരു പ്രത്യേക ഒരു ഇത് തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.